സോ ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ ന്യൂക്ലിയൈ ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ന്യൂക്ലിയൈന്റെ ഒരു ചെറിയ ഭാഗം ആണ് ഇനി നമുക്കുള്ളത്. വളരെ കുറവ്, അതായത് ഒരു 80% വേണമെങ്കിൽ തീർന്നു എന്ന് പറയാം. ഓക്കെ, നമ്മൾ ബാക്കിയുള്ളതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയൈ ഇപ്പൊ ആയിക്കോട്ടെ, ഡ്യുവൽ നേച്ചർ ആയിക്കോട്ടെ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ ന്യൂക്ലിയൈ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, എളുപ്പമാണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും അതേപോലെ തന്നെ മാഗ്നറ്റിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് എത്രയോ എളുപ്പമാണ് ഈ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ഈ മൂന്ന് പാഠങ്ങൾ. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽഫ ഡി കെ എന്താ പഠിച്ചു, അതേപോലെ ബീറ്റ ഡി കെ എന്താ പഠിച്ചു, അതേപോലെ ഗാമ ഡി കെ എന്താന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയൈ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ നമുക്ക് തീർക്കണം. അതുപോലെ തന്നെ നമുക്കൊരു പുതിയ ചാപ്റ്റർ തുടങ്ങും വേണം. പുതിയ ചാപ്റ്റർ ഏതാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, സോ നമ്മൾ ന്യൂക്ലിയർ ഫിഷനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ പഠിക്കുന്നുണ്ട്, അതേപോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ന്യൂക്ലിയർ ഫിഷനെ പറ്റി സംസാരിക്കാം. എന്താ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് എ ഹെവി ന്യൂക്ലിയസ് ഇൻടു ടു സ്മോളർ ന്യൂക്ലിയൈ വിത്ത് ദ ലിബറേഷൻ ഓഫ് ഹീറ്റ്. ഓക്കെ, അതായത് ഈ അറ്റോമിക് ഫിസിക്സിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സിലെ നമ്മൾ കുറെ ന്യൂക്ലിയൈ പഠിച്ചു. അപ്പോൾ ഒരു ഹെവി ന്യൂക്ലിയൈ എന്ത് ചെയ്യാം? ഓക്കെ, ഒരു ഹെവി ന്യൂക്ലിയൈ എന്ത് ചെയ്യുക? അത് സ്പ്ലിറ്റ് ആവുക, എന്ത് ചെയ്യുക? ഡിവൈഡ് ആവുക, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താവുക? രണ്ട് ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് എന്ത് ചെയ്യുക? മാറുക. ഓക്കെ, ഇങ്ങനെ ന്യൂക്ലിയസ് ആയിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യും? കുറെ ഹീറ്റ് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും. കുറെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. സോ ഈ ഒരു ഫിനോമിനക്ക് പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഒരു വലിയ ന്യൂക്ലിയസ് എന്ത് ചെയ്യുക? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ന്യൂക്ലിയസ് രണ്ടെണ്ണമായിട്ട് മാറുമ്പോൾ ഹീറ്റ് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹീറ്റ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഓക്കെ, ആ ഹീറ്റ് എന്ന് പറഞ്ഞ എനർജിയാണ്. അപ്പൊ എനോർമസ് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സൈസബിൾ ക്വാണ്ടിറ്റി ഓഫ് എനർജി പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. സോ ആ കാര്യം പ്രത്യേകം ഒന്ന് നോക്കി വെക്കുക. സോ ന്യൂക്ലിയർ ഫിഷൻ എന്താണ്? ഒരു ഹെവി ന്യൂക്ലിയസ്, പ്രത്യേകം നോക്കണം, ഹെവി ന്യൂക്ലിയസ് ആവണം. ഓക്കെ, അതായത് നിൽക്കാൻ പോലും ആവതില്ലാത്ത ന്യൂക്ലിയസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രത്യേകം ഒന്നും കിട്ടാനില്ല. സോ ഒരു ഹെവി ന്യൂക്ലിയസ് തന്നെ ആവണം. സപ്പോസ് യുറേനിയം പോലത്തെ വലിയ വലിയ ഹെവി ന്യൂക്ലിയസ് അല്ലെങ്കിൽ ലാർജ് മാസ് നമ്പറുള്ള ന്യൂക്ലിയസുകളെയാണ് സാധാരണ യൂസ് ചെയ്യുക. അത് അൺസ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു ഹെവി ന്യൂക്ലിയസിന് നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ ഒരു പരിപാടിക്ക്, അത് സ്മോൾ ന്യൂക്ലിയസ് ആവും. വലുതിനെ രണ്ടാക്കി മുറിച്ചാൽ ഇപ്പൊ തണ്ണിമത്തനെ രണ്ടാക്കി മുറിച്ചാൽ ചെറിയ രണ്ട് കഷ്ണങ്ങളാവുമല്ലോ. ഓക്കെ, മുറിക്കുന്ന മാർക്ക് ഇരിക്കും, അതുപോലെ ഇരിക്കും, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു വലിയ ഹെവി ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന, അതേപോലെ ആ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ന്യൂക്ലിയർ ഫിഷന് നമുക്ക് എക്സാമ്പിൾ പഠിക്കണം, കാരണം ന്യൂക്ലിയർ ഫിഷന്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് ന്യൂക്ലിയർ ഫിഷന്റെ എക്സാമ്പിൾ എന്നുള്ളത്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ദാറ്റ്. ഓക്കെ, സോ നമുക്ക് ന്യൂക്ലിയർ ഫിഷന്റെ എക്സാമ്പിളുകളിലേക്ക് വെറുതെ ഒന്ന് കണ്ണോടിച്ചു പോവാം. ഓക്കെ, സോ ന്യൂക്ലിയർ ഫിഷന്റെ എക്സാമ്പിൾ ആണ്. സോ ബിഫോർ ദാറ്റ് എന്താ പറയാ, ഒരു ചെറിയ ചെറിയ പരിപാടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫിഷന്റെ അപ്പൊ അതായത് നിങ്ങൾ ഒന്ന് നോക്കണം, എന്താ വെച്ചാൽ ന്യൂക്ലിയർ ഫിഷന്റെ കാര്യം നമ്മൾ സംസാരിക്കുക തന്നെയാണ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫിഷന് അതങ്ങനെ പൊക്കോളും. അപ്പോൾ അത് വലിയ വിഷയമാക്കണ്ട. ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് ഒന്ന് നിങ്ങൾ ക്ഷമിച്ചു തരണം. എന്താ വെച്ചാല് ഞാൻ ഇനിയുള്ള ക്ലാസ് മുതൽ എൻ്റെ വീഡിയോ സൽക്കാരം ഇതാ ഇവിടെ നിന്നോട്ടെ, അത് വലിയ വിഷയം നോക്കണ്ട. ഓക്കെ, സോ അതത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് കടക്കാം. സോ നമുക്ക് ഇതിൽ പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ഫിഷൻ. സോ ന്യൂക്ലിയർ ഫിഷന് ധാരാളം എക്സാമ്പിൾസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ ധാരാളം എക്സാമ്പിൾസ് നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ ഉണ്ട്. സോ എന്തൊക്കെയാണ് ആ ഫിഷന്റെ എക്സാമ്പിൾസ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ ഒരു ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആവുന്നു നമുക്ക് നോക്കാം. സോ അപ്പൊ പ്രത്യേകം നോക്കണം, ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത്, അതായത് ഒരു ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ന്യൂട്രോൺസിനെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊളൈഡ് ചെയ്യിപ്പിക്കും. എന്താ ചെയ്യുന്നത്? ന്യൂട്രോൺസിനെ കൊണ്ടുപോയിട്ട് ഇതിമ്മ കൊളൈഡ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് ഇത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, കൊളൈഡ് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസിനെ കൊണ്ടുപോയിട്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ന്യൂട്രോൺസിനെ കൊണ്ടുപോയിട്ട് ഇതിൽ ഇടിപ്പിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്? കൊളൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം ഇത് എങ്ങനെ സംഭവിക്കുന്നത്. സോ വെൻ യുറേനിയം 92-235. ഓക്കെ, അപ്പൊ യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് 92, മാസ് നമ്പർ 235 ആണ്. അപ്പോൾ യുറേനിയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൈസബിൾ ആയിട്ടുള്ള ഒരു വലിയ ന്യൂക്ലിയസ് ആണ്. സോ ഇതാണ് യുറേനിയം. ഓക്കെ, യുറേനിയം എത്രയാണ്? 92, അതേപോലെ 235. ഓക്കെ, ഇതാണ് യുറേനിയം. ആൻഡ് ഈസ് ബോംബാർഡഡ് വിത്ത് എ തെർമൽ ന്യൂട്രോൺ. ബോംബാർഡഡ് എന്ന് പറഞ്ഞാൽ കൊളൈഡ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഒരു തെർമൽ ന്യൂട്രോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂട്രോൺ ആയിട്ട് നമ്മൾ കൊളൈഡ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ന്യൂട്രോൺസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, N01. ഓക്കെ,
അതിന് അറ്റോമിക് നമ്പർ 0 ആയിരിക്കും, മാസ് നമ്പർ 1 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ന്യൂട്രോൺസ് എന്ന് പറയുക. അപ്പൊ ഇതൊരു തെർമൽ ന്യൂട്രോൺ അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ ഇതിനെ വെച്ചിട്ട് കൊളൈഡ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഇത് കൊളൈഡ് ചെയ്യിപ്പിച്ചാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു വലിയ ന്യൂക്ലിയസിനെ ഒരു ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ന്യൂട്രോണായിട്ട് കൊളൈഡ് ചെയ്യിപ്പിച്ചാൽ അത് എത്ര എണ്ണമായിട്ട് മാറും? ചെറിയ രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറും. സോ ഇതിങ്ങനെ കൊളൈഡ് ചെയ്യിപ്പിച്ചപ്പോൾ നോക്കൂ, ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു ബേരിയം, ക്രിപ്റ്റോൺ ആൻഡ് 3 ന്യൂട്രോൺസ് വിത്ത് ലിബറേഷൻ ഓഫ് എനർജി. ഓക്കെ, അപ്പോ ഈ റിയാക്ഷൻ നിങ്ങൾ എന്തായാലും ഒന്ന് ഓർക്കണം, കാരണം ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എൻട്രൻസിന് ചോദിക്കാറുണ്ട്. സോ യുറേനിയത്തിനെ ഒരു ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ന്യൂട്രോൺ ഇടിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് അറിയോ? ഒന്ന് ബേരിയം, ബി എന്ന് പറഞ്ഞ ബേരിയം 141 ആണ് അതിന്റെ മാസ് നമ്പർ, 56 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ. ഓക്കെ, പ്ലസ് ബേരിയം കിട്ടി, അതേപോലെ ക്രിപ്റ്റോണും നമുക്ക് കിട്ടി. ഓക്കെ, ക്രിപ്റ്റോൺ 92 ആണ്, അതേപോലെ 36 ആണ്. ഓക്കെ, പിന്നെ ഈ ഒരു റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ കൂടെ ഒരു 3 ന്യൂട്രോൺസിനെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തു വിട്ടിട്ടുണ്ട്. അതാണ് 3n01 എന്ന് പറയുന്നത്. പ്ലസ് എന്താണ്? ഹീറ്റിന് ഞാൻ Q എന്നാ കൊടുക്കുന്നത് കേട്ടോ. സോ ഹീറ്റിന് ഞാൻ എന്താ കൊടുക്കുന്നത്? Q എന്നാ കൊടുക്കുന്നത്. സോ ഒരു യുറേനിയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. സോ അതിന് നമ്മൾ ന്യൂട്രോണെ വെച്ചിട്ട് എന്ത് ചെയ്തു? കൊളൈഡ് ചെയ്യിപ്പിച്ചപ്പോൾ അത് ബേരിയം ആയി, അതേപോലെ സ്മോളർ ന്യൂക്ലിയസ് രണ്ടെണ്ണം ഉണ്ടാവും, അതേപോലെ ക്രിപ്റ്റോൺ ആയി. അതേ കൂടെ 3 ന്യൂട്രോൺസിനെ കൂടെ റിലീസ് ചെയ്യിപ്പിച്ചു, പ്ലസ് എന്ത് പറഞ്ഞു? ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റും കൂടെ റിലീസ് ചെയ്യിപ്പിച്ചു. സോ ഇതൊരു ന്യൂക്ലിയർ എന്താണ് പറയാ, ഫിഷൻ റിയാക്ഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇത് എക്സാമിന് റെഗുലർ ആയിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സാമിന് 3 മാർക്കിനാണ് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ചോദിക്കുക. സോ അവരെ നിങ്ങളോട് ചോദിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കൽ ഭയങ്കര നിർബന്ധമാണ്. ഓക്കെ, സോ യുറേനിയത്തിന് നമ്മൾ ന്യൂക്ലിയസ് ആയിട്ട് അല്ലെങ്കിൽ ഫിഷൻ ചെയ്തപ്പോൾ നമുക്ക് ആരൊക്കെ കിട്ടി? ബേരിയം കിട്ടി, ക്രിപ്റ്റോൺ കിട്ടി, 3 എന്താ പറയാ ന്യൂട്രോൺസിനെ കിട്ടി, പ്ലസ് എനോർമസ് എമൗണ്ട് ഓഫ് എനർജി, ഹീറ്റ് കിട്ടി. സോ ഇതാണ് ന്യൂക്ലിയർ ഫിഷന്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ സോ ഇതോടുകൂടെ ന്യൂക്ലിയർ ഫിഷൻ കഴിഞ്ഞു. ന്യൂക്ലിയർ ഫിഷന്റെ വലിയൊരു ആപ്ലിക്കേഷൻ ആണ് ആറ്റം ബോംബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആറ്റം ബോംബ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷന്റെ വലിയൊരു ആപ്ലിക്കേഷൻ ആണ്. സോ അത് നിങ്ങൾ പ്രത്യേകം നോക്കുക. ആറ്റം ബോംബ് ഉണ്ടാക്കിയ പ്രിൻസിപ്പിൾ തന്നെ ന്യൂക്ലിയർ ഫിഷൻ യൂസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ അതിൽ ആറ്റം ബോംബ് എങ്ങനെ ഉണ്ടാക്കും, എങ്ങനെ പൊട്ടിത്തെറിക്കും എന്ന് ചോദിച്ചാൽ അതിനുള്ളിൽ ഒരു വലിയ ആറ്റം ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ന്യൂട്രോൺസിനെ കൊണ്ട് ബോംബാർഡ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇത് ഇങ്ങനെ പൊട്ടി ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് പൊട്ടി പോകും. സോ ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ. സോ ദാറ്റ് ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ കഴിഞ്ഞു. നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ന്യൂക്ലിയർ ഫിഷൻ ഈസ് കംപ്ലീറ്റഡ്, ദെൻ വി ആർ മൂവിങ് ഇൻ ടു ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, സോ ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പൊ ന്യൂക്ലിയർ ഫിഷന്റെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ആരാണ്? ആറ്റം ബോംബ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുന്ന കാര്യമായിരിക്കും, ഞാൻ വല്ലാതെ അതിനെ കുറിച്ച് വലിച്ചു നീട്ടുന്നില്ല. ദെൻ ന്യൂക്ലിയർ ഫ്യൂഷൻ. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫിഷൻ എന്തായിരുന്നു? ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ന്യൂക്ലിയസ് ന്യൂട്രോണേറ്റും കൊളൈഡ് ചെയ്തിട്ട് ചെറിയ രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറും. അതായത് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറെ ചെറിയ ന്യൂക്ലിയസുകൾ കൂടി ചേർന്നിട്ട് ഒരു വലിയ ന്യൂക്ലിയസ് ആയിട്ട് മാറും. അതായത് ന്യൂക്ലിയർ ഫിഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്യൂഷൻ. ഫിഷൻ എന്ന് പറഞ്ഞാൽ വലുത് പൊട്ടിയിട്ട് കുറെ ചെറുതാവുന്നു. പക്ഷെ ഫ്യൂഷൻ എന്ന് പറയുമ്പോഴോ കുറെ ചെറുത് കൂടിയിട്ട് വലിയൊരു സാധനമായിട്ട് മാറുന്നു. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. നോക്കുക, വിച്ച് ഈസ് ദ ഫിനോമിനൻ ഓഫ് കമ്പൈനിങ് ഓഫ് 2 or more സ്മോളർ ന്യൂക്ലിയൈ. പ്രത്യേകം നോക്കണം, സ്മോളർ ന്യൂക്ലിയൈ തന്നെ ആവണം. ഓക്കെ, 2 or സ്മോളർ ന്യൂക്ലിയൈ ടു ഫോം എ ഹെവി ന്യൂക്ലിയസ് വിത്ത് ലിബറേഷൻ ഓഫ് എനർജി. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറെ പേര് ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഫ്യൂസ് ആണ്. ഫ്യൂസ് പറഞ്ഞാൽ എന്താണ്? കൂടിച്ചേരുകയാണ്. ഓക്കെ, അപ്പൊ കുറെ ചെറിയ ന്യൂക്ലിയസുകൾ ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് ഒരു വലിയ ന്യൂക്ലിയസ് ആവുമ്പോഴും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എപ്പോഴായാലും ഉണ്ടാവും, അത് വിഷയാക്കണ്ട. സോ ഇങ്ങനെ പലര് കൂടി ചേരുമ്പോഴും എനർജി എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. സോ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്, പ്രത്യേകം നോക്കി വെക്കുക. ഓക്കെ, അതിന്റെ റിയാക്ഷൻ ഉണ്ട്. സോ റിയാക്ഷൻ ഞാൻ എഴുതി തരാം. അതിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ബോംബ്, സണ്ണിൽ നടക്കുന്ന റിയാക്ഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അതേപോലെ ഹൈഡ്രജൻ ബോംബ്, അത് ഭയങ്കര സംഭവമാണ്. ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. പക്ഷെ ആറ്റം ബോംബിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഇപ്പൊ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോംബിന്റെ റിയാക്ഷനാണ് കാണിക്കുന്നത്, അത് ന്യൂക്ലിയർ ഫ്യൂഷൻ തന്നെയാണ്. സോ ആദ്യം ഹൈഡ്രജൻ പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷിയം ഉണ്ട്. ഞാൻ 4 ഹൈഡ്രജൻ മോളിക്യൂളിനാണ് എടുക്കുന്നത്. ഓക്കെ, സോ 4H11 4 ഹൈഡ്രജൻ മോളിക്യൂൾ ഞാൻ എന്ത് ചെയ്തു? ഫിഷൻ ചെയ്യിച്ചാൽ എനിക്ക് കിട്ടുന്ന ആളുകൾ ആരൊക്കെ അറിയോ? എനിക്ക് കിട്ടുന്ന ആളുകൾ ഒന്ന് ഒരു ഹീലിയം കിട്ടും. ഓക്കെ, He24 പ്ലസ് എന്ത് കിട്ടും? പ്ലസ് 2 ഇൻറ്റു 2 ഈ 2 പോസിട്രോണുകൾ എനിക്ക് കിട്ടും. ആരെ കിട്ടും? 2 പോസിട്രോണുകൾ നമുക്ക് കിട്ടും. പ്ലസ് എന്ത് കിട്ടും? Q എന്ന് പറഞ്ഞ എനർജി കിട്ടും. സോ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ളത് 4 എന്താ പറയാ H11, അതായത് ഹൈഡ്രജനെ ഞാൻ 4 വെച്ചിട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ ചെയ്യിപ്പിച്ചപ്പോൾ എനിക്കൊരു ഹീലിയം ന്യൂക്ലിയസ് കിട്ടി.
രണ്ട് പോസിട്രോൺ, ഇതെന്ന് പറഞ്ഞാൽ പോസിട്രോൺ ആണ്. E-1 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണ്. പക്ഷെ അതേപോലെ E+1 എന്ന് പറഞ്ഞാൽ അതൊരു പോസിട്രോൺ ആണ്. കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴും അവിടെ ആര് റിലീസ് ചെയ്യുന്നുണ്ട്? എനോർമസ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ. എക്സാമ്പിൾ നോക്കണം, ഹൈഡ്രജൻ ബോംബും അതേപോലെ സണ്ണും. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം എക്സാമിന് റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണത്. ഓക്കെ, സോ അത് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് അടുത്ത എന്ത് ചെയ്യാം? ഈ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും കുറച്ച് തരികിട പരിപാടികളുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ കർവ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് അതായത് നമ്മളെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കർവ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എനിക്ക് ആ കർവ് പഠിച്ചതാണ്. ഇങ്ങനെ ഐ തിങ്ക് സെക്കൻഡ് ക്ലാസ്സിലാണ് തോന്നുന്നു ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കർവ് നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ വന്നിട്ട് ഏറ്റവും മുകളിലുള്ളത് അയൺ അയക്കാരം, അതിനായിരിക്കും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കൂടുതൽ. അത് വെച്ചിട്ടൊരു കർവ് നമ്മൾ പഠിച്ചതാണ്. സോ ന്യൂക്ലിയർ ഫിഷനും അതേപോലെ ഫ്യൂഷനും നമുക്ക് ഈ കർവ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാ നോക്കാം. ഓക്കെ, സോ ആദ്യം ന്യൂക്ലിയർ ഫിഷൻ ആണ് പറയുന്നത്. സോ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്, ഇമ്പോർട്ടൻസ് ഓഫ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ കർവ് ആണ് അവിടെ പറയേണ്ടതായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും അത് നമ്മൾ ഇപ്പോഴാണ് പഠിക്കുന്നത്. സോ അതുകൊണ്ട് ഇത് ഇവിടെ പറയാണ്. സോ ഡ്യൂറിങ് ന്യൂക്ലിയർ ഫിഷൻ, അപ്പൊ ന്യൂക്ലിയർ ഫിഷന്റെ സമയത്ത് എ ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ഇൻ ടു സ്മോളർ ന്യൂക്ലിയർ. ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ എന്താവും? ഒരു ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് സ്മോൾ ന്യൂക്ലിയസ് ആവും. ഓക്കെ, therefore the binding energy per nucleon of product nucleus increases. Okay, the product becomes more stable. അതായത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിന്റെ വാല്യൂ കൂടിയാൽ ഒരാളെ സ്റ്റെബിലിറ്റി കൂടും. അത് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ ന്യൂക്ലിയർ, ഇതിപ്പോ അത് നമ്മൾ പറയുന്ന ഫിഷൻ ആണ്. ഓക്കെ, ഫിഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ രണ്ട് ന്യൂക്ലിയസ് റിലീസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ന്യൂക്ലിയസ് റിലീസ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മളെ റിയാക്ടന്റ് അല്ലെങ്കിൽ പാരന്റ് ന്യൂക്ലിയൈ ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് ന്യൂക്ലിയൈ എന്നും പറയാം, അല്ലെങ്കിൽ ഡോക്ടർ ന്യൂക്ലിയൈ എന്നും പറയാം. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഓക്കെ, സോ ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായ പുതിയ ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉണ്ടല്ലോ. സോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ത് ചെയ്യും? അതിന്റെ വാല്യൂ കൂടും. അങ്ങനെ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടായ പ്രൊഡക്റ്റ് ന്യൂക്ലിയൈ അല്ലെങ്കിൽ ഡോക്ടർ ന്യൂക്ലിയൈ എന്തായിരിക്കും? മോർ സ്റ്റേബിൾ ആയിരിക്കും. അതാണ് പറഞ്ഞത്. ഓക്കെ, സോ നമ്മൂടെ വായിച്ചു തരാം. ഡ്യൂറിംഗ് ന്യൂക്ലിയർ ഫിഷൻ എ ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ഇൻ ടു സ്മോളർ ന്യൂക്ലിയൈ. അപ്പൊ ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ ഹെവി ന്യൂക്ലിയസ് ഉണ്ടാവും, രണ്ട് സ്മോളർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. therefore the binding energy per nucleon of product nuclei increases. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കൂടും. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കൂടുമ്പോൾ ഒബ്വിയസ്ലി സ്റ്റേബിലിറ്റിയും കൂടും. സോ ഇതാണ് ന്യൂക്ലിയർ ഫിഷനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ഫ്യൂഷനെ പറ്റി പറയാം. ഓക്കെ, ദെൻ ഡ്യൂറിംഗ് ന്യൂക്ലിയർ ഫ്യൂഷൻ, അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷന്റെ സമയത്ത് എന്താ സംഭവിക്കാം? ടു ഓർ മോർ ന്യൂക്ലിയൈ കമ്പൈൻസ് ടു ഫോം എ ഹെവി ന്യൂക്ലിയസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുമ്പോൾ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ന്യൂക്ലിയസ് കൂടി ചേർന്നിട്ട് ഒരു വലിയ ന്യൂക്ലിയൈ ആവും. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് റിട്ടൺ ഹിയർ. Okay, during nuclear fusion, two or more nucleus combines to form a heavy nucleus. Okay, therefore the binding energy per nucleon increases. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ അത് പ്രൊഡക്റ്റ് ന്യൂക്ലിയൈ ബിക്കം മോർ സ്റ്റേബിൾ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇവരിങ്ങനെ കൂടി ചേരുമ്പോൾ ഇതൊരു വലിയ ന്യൂക്ലിയസ് ആകുമ്പോൾ ഇതിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടും. അത് കൂടിയാൽ അതിന്റെ സ്റ്റേബിലിറ്റി ഓബ്വിയസ്ലി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ കർവ് എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആണ്, അത്രത്തോളം വലിയ സീനുകളൊന്നുമില്ല. സോ ഇതാണ്. ഓക്കെ, സോ അപ്പൊ അതോടുകൂടെ ഇതും കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോ ഡിഫൈൻ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കർവ് ഓൺ ദ അക്കൗണ്ട് ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. ഇനി അടുത്തത് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ. മക്കളെ, ഈ ന്യൂക്ലിയർ റിയാക്ഷന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിങ്ങനെ ചെയിൻ ആയിട്ട് പോകും. ഓക്കെ, അതായത് നിൽക്കൂല, അതിങ്ങനെ ചെയിൻ ആയിട്ട് തന്നെ പോകും. ഫോർ എക്സാമ്പിൾ അതിനാണ് നമ്മൾ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുക. അതായത് ഇങ്ങനെ ചെയിൻ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അത് ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ച ഫിഷൻ റിയാക്ഷൻ നമ്മൾ എടുക്കുകയാണ്. സോ ഇവിടെ യുറേനിയം 235, ഓക്കെ, ഇവിടെ 92. ഓക്കെ, അതിനെ നമ്മൾ 92 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ ന്യൂട്രോൺ കൊണ്ട് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ N01 അല്ലെ. സോ N01 ബൊമ്പാർഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ട് എന്ത്, അതിങ്ങനെ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ നേരത്തെ ബാരിയോണും ക്രിപ്റ്റോണും പിന്നെ ഒരു 3 ന്യൂക്ലിയസും കൂടെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതിൽ ഇവിടെ നമ്മൾ 3 ന്യൂക്ലിയസ് അവിടെ ഉണ്ടാവുന്നുണ്ടല്ലോ. 3N01 ന്യൂക്ലിയസ് അല്ല, ന്യൂട്രോൺസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ 3 ന്യൂട്രോൺസും എന്തിനാണെന്ന് അറിയോ? അടുത്ത ഫിഷൻ റിയാക്ഷന് വേണ്ടിയുള്ളതാണ്. ഓക്കെ, സോ ഇതിനേറ്റ് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും? ഇനി അടുത്ത റിയാക്ഷനിലോട്ട് എന്ത് ചെയ്യും? 3 ന്യൂട്രോണുകൾ ഉണ്ട്. സോ അത് വീണ്ടും അടുത്ത റിയാക്ഷനിലോട്ട് ഇങ്ങനെ പോകും.
ഓക്കെ, അപ്പൊ അവിടെ ന്യൂട്രോൺ റിലീസ് ചെയ്യുന്നുണ്ട്. ആ ന്യൂട്രോണൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയോ? വീണ്ടും ഇവിടെയുള്ള യുറേനിയം 235 വീണ്ടും കമ്പൈൻ ചെയ്യും. എന്നിട്ട് അവരിങ്ങനെ ആ റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒന്നുമില്ല, ഇവിടെ റിലീസ് ചെയ്യുന്ന 3 ന്യൂട്രോൺസുകൾ അടുത്ത യുറേനിയം 235 എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. പിന്നെയും ന്യൂട്രോൺസ് റിലീസ് ചെയ്യും. അങ്ങനെ അങ്ങനെ അത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അത് ചെയിൻ ആയിട്ട് പോലെ. അപ്പൊ ഞാൻ ആ ചെയിൻ വരച്ചുതരാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും? ഇവിടെ ഒരു N01 മൂന്നെണ്ണം ഉണ്ട് അല്ലെ? അതാണ് 3 ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഒരു N01 ഉണ്ടാവും. പ്ലസ് എന്ത് വീണ്ടും ഒരു യുറേനിയം 235 കൂടും. ഓക്കെ, അപ്പൊ അത് അങ്ങനെ പോകും. പിന്നെ ഇവിടെയും അതാ N01 പ്ലസ് ഇവിടെയും ഒരു യുറേനിയം 235 കൂടും. 3 ന്യൂട്രോൺസ് റിലീസ് ചെയ്യുന്നില്ലേ? പിന്നെ ഇവിടെയും അതേപോലെ യുറേനിയം 235 പോകും. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷൻ നടന്നാലും അവിടെയും 3 ന്യൂട്രോൺസ് റിലീസ് ചെയ്യും. സോ അവിടെയും എന്താ പറയുക, ഇതേപോലെ പോകും. അപ്പൊ ഇതൊരു ചെയിനായിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെയും അടുത്ത റിയാക്ഷൻ എന്തായിരിക്കും? ഒരു N01 പ്ലസ് എന്തായിരിക്കും? യുറേനിയം 235. അടുത്തതും N01 പ്ലസ് യുറേനിയം 235. ഓക്കെ, ഇവിടെയും N01 പ്ലസ് യുറേനിയം 235. എന്നിട്ട് ഇവിടെ അത് അടുത്തത് 3 ഇതേപോലെ പോകും. അങ്ങനെ ഇങ്ങനെ ചെയിനായിട്ട് പോകും. ഇവിടെ കണ്ടില്ലേ, അടുത്തത് ഇവിടെയും എന്ത് ചെയ്യും? ഒരു 3 ന്യൂട്രോൺ റിലീസ് ചെയ്യും. സോ N01 പ്ലസ്, ഞാൻ ഇവിടെ എഴുതുന്നില്ല യുറേനിയം, ഇവിടെയും N01 പ്ലസ് യുറേനിയം, ഇവിടെയും N01 പ്ലസ് യുറേനിയം. അതായത് ആദ്യത്തെ റിയാക്ഷൻ റിലീസ് ചെയ്യുന്ന 3 ന്യൂക്ലിയസുകൾ അടുത്ത റിയാക്ഷനും റിലീസ് ചെയ്യും. അതിന് അതിങ്ങനെ ഒരു ചെയിനായിട്ട് നിൽക്കൂല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെയും എന്താ N01, ഇവിടെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. പ്ലസ് എന്താ പറയുക, യുറേനിയം 235, ഇവിടെയും യുറേനിയം 235. അപ്പൊ അടുത്തതോ അത് ഇതാ വീണ്ടും 3 പിന്നെയും 3. അത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഒരു ചെയിന് പോലെ ഈ റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, കണ്ടോ, ഇതാണ് ആദ്യത്തെ റിയാക്ഷൻ. ഇത് ചെയ്ത് നമുക്ക് ബേരിയം ഉണ്ട്, ക്രിപ്റ്റോൺ ഉണ്ട്, എനർജി ഉണ്ട്, പ്ലസ് 3N01 ഉണ്ട്. ആ 3 ന്യൂട്രോൺസ് ആണ് എന്ത് ചെയ്തത്? 3 പോയിട്ട് അടുത്ത റിയാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ഇത് ചെയ്താലും 3 ന്യൂട്രോൺസ് കിട്ടും. ഇവിടെയും 3 ന്യൂട്രോൺസ് കിട്ടും. സോ അതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. സോ ചെയിൻ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ചിത്രം കണ്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, അതിങ്ങനെ എത്രത്തോളം വരക്കാൻ പറ്റും അത്രത്തോളം വരച്ചോ, അത്രയൊന്നും വേണ്ട, നിങ്ങൾ വളരെ മിനിമം ആയിട്ട് വരച്ചാൽ മതി. സോ ഇതാണ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് കംപ്ലീറ്റഡ്, ദിസ് പോർഷൻ ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി അടുത്തത് ന്യൂക്ലിയർ റിയാക്ടർ ആണ്. എന്താണ്? നോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ന്യൂക്ലിയർ റിയാക്ടർ. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് നോക്കാം. ഇത് ഫുൾ തിയറിയാണ്. ഇതോടുകൂടെ നമ്മളെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇത് മൊത്തത്തില് തിയറിയാണ്. ഓക്കെ, മൊത്തത്തില് തിയറിയാണ്. സോ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ അബൌട്ട് ന്യൂക്ലിയർ റിയാക്ടർ. ഓക്കെ, so before that let me look the time. Okay, which is 17 minutes. Okay, അത് വിഷയമല്ല. സോ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലൊക്കെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, എന്താണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പവർഫുൾ ഡിവൈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ന്യൂക്ലിയർ എനർജി ബൈ കൺട്രോൾഡ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ. ഇപ്പൊ കണ്ട ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ പഠിച്ചു. അതിങ്ങനെ അത് നമ്മൾ കൺട്രോൾ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് കൺട്രോൾഡ് ആയിട്ട് ഇത് കുറെ എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്യും. ഓരോ ചെയിൻ റിയാക്ഷനും കുറെ ഹീറ്റ് റിലീസ് ചെയ്യും. സോ ഈ ഹീറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം, കറണ്ട് ഉണ്ടാക്കാം. സോ അത് നമുക്ക് വളരെ ആവശ്യമാണ്. സോ കൺട്രോൾഡ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് എൻഡിങ്ങും കൺട്രോൾ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എൻഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് അത് അൺകൺട്രോൾഡ് ആയിട്ട് ലാസ്റ്റ് പൊട്ടിത്തെറിക്കുക, എക്സ്പ്ലോഷൻ ഉണ്ടാവുക. ഓക്കെ, സോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ കൺട്രോൾഡ്, അതായത് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കുന്ന ആ ഒരു ഡിവൈസിനെ, ഒരു പവർഫുൾ ഡിവൈസിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ന്യൂക്ലിയർ റിയാക്ടറിന്റെ വലിയ ചിത്രമുണ്ട്. നിങ്ങൾ ഈ ഒരു ഹെഡിങ് എഴുതി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആദ്യത്തെ ഈ പോയിന്റ് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഹാഫ് പേജ് വിടുക, അല്ല ഒരു 1 പേജ് ഫുൾ പേജ് വിടുക. ഓക്കെ, എന്തിനാ വെച്ചാൽ നിങ്ങൾ ടെസ്റ്റിൽ എടുക്കുക, ടെസ്റ്റിൽ ചിത്രം ഉണ്ട്, അത് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, എക്സാമിന് അത് ലേബൽ ചെയ്യാനൊന്നും നിങ്ങളോട് ചോദിക്കില്ല, നിങ്ങൾ ജസ്റ്റ് അത് എടുത്തിട്ട് ഒന്ന് വരയ്ക്കുക. ഞാനത് വരച്ച കുറെ സമയം നഷ്ടമാവും, പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. ഓക്കെ, സോ കൺട്രോൾ ചെയ്തിട്ടുള്ള റിയാക്ഷൻ നടക്കുന്ന ആ പവർഫുൾ ഡിവൈസ്, അത് വെച്ചിട്ട് ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കുന്ന ആ ഒരു പരിപാടിക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഡിവൈസിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ റിയാക്ടർ. ഓക്കെ, ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ ന്യൂക്ലിയർ റിയാക്ടർ ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ന്യൂക്ലിയർ റിയാക്ടറിന് മൊത്തം എത്ര പാർട്ട് ഉണ്ട്? മൊത്തം ഒരു 4 പാർട്ട് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തത് ന്യൂക്ലിയർ റിയാക്ടറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഓക്കെ, ഫിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഒന്നാണ് ന്യൂക്ലിയർ ഫ്യൂവൽ. ഒന്നാമത്തെ എസെൻഷ്യൽ പാർട്ടാണ് ന്യൂക്ലിയർ ഫ്യൂവൽ. അതായത് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ പോവാം. ഓക്കെ, പ്ലസ് 3 ന്യൂട്രോൺസിനെ റിലീസ് ചെയ്യും, യുറേനിയം ആണെങ്കിൽ. ഓക്കെ,
സോ അപ്പോൾ ഇതിങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂവൽ വേണം. ഇപ്പൊ യുറേനിയം ആണെങ്കിൽ യുറേനിയം ആയിരിക്കും ഫ്യൂവൽ. സോ ഫിഷനബിൾ മെറ്റീരിയൽ, ഇപ്പൊ ന്യൂക്ലിയർ ഫിഷൻ അണ്ടർഗോ ചെയ്യുന്ന ഒരു മെറ്റീരിയലിനെയാണ് ഫിഷൻ എന്താ പറയുക ന്യൂക്ലിയർ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് എ ഫിഷനബിൾ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. The commonly used nuclear fuels are uranium 235 and polonium 239. പി എന്ന് പറഞ്ഞാൽ പൊളോണിയം 239. ഒന്നുകിൽ നിങ്ങൾക്ക് യുറേനിയം 235 എടുക്കാം, അല്ലെങ്കിൽ പൊളോണിയം 239 എടുക്കാം. ഇത് കൂടാതെ വേറെയും കുറെ ഇതുണ്ട്. അപ്പോൾ യുറേനിയത്തിന്റെ ഫിഷൻ നമ്മൾ പഠിച്ചതാണ്. പൊളോണിയം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല, വേണ്ട, ആവശ്യമില്ല. ഓക്കെ, സോ ഫിഷനബിൾ മെറ്റീരിയലിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഫിഷൻ ചെയ്യാത്തൊരു മെറ്റീരിയലിന് എടുത്താൽ പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാവില്ല. സോ സാധാരണ കോമൺ ആയിട്ട് യുറേനിയം 235 പൊളോണിയം 239 ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഈ 235 എന്ന് പറഞ്ഞ സ്പെസിഫിക് ചെയ്താൽ കാരണമുണ്ട്. കാരണം യുറേനിയം 235 മാത്രമൊന്നുമല്ല, യുറേനിയം 238 ഒക്കെ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് യുറേനിയം 235 എന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതുന്നത്. യുറേനിയം 238 ഒക്കെ ഉണ്ട്. സോ അതാണ് പറഞ്ഞതിനർത്ഥം. ഇനി അടുത്തത്, അപ്പൊ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. നമ്മള് ന്യൂക്ലിയർ ഫിഷനുള്ള സോഴ്സ് ആണ് ന്യൂക്ലിയർ ഫ്യൂവൽ. ദെൻ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ദേ ആർ യൂസ്ഡ് ടു സ്ലോ ഡൗൺ ദ ന്യൂട്രോൺസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ നടക്കുമ്പോൾ 3 ന്യൂട്രോൺസ് യുറേനിയം ആണെങ്കിൽ റിലീസ് ചെയ്യും. അങ്ങനെ ഓരോ സംഭവത്തിനനുസരിച്ച് ന്യൂട്രോൺസ് ഇങ്ങനെ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യായിരിക്കും. സോ ഫാസ്റ്റ് മൂവ് ചെയ്താൽ പ്രശ്നമാണ്, എക്സ്പ്ലോഷൻ ഉണ്ടാവും. സോ ഇതിന്റെ ഫാസ്റ്റ് കുറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് മോഡറേറ്റർ. എന്താണ് മോഡറേറ്റർ? ഓക്കെ, സോ മോഡറേറ്ററിന് എക്സാമ്പിൾ ആണ് ഗ്രാഫൈറ്റും ഹെവി വാട്ടറും. ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ D2O. H2O ആണ് നമ്മൾ കുടിക്കുന്ന വാട്ടർ. D2O ആണ് ഹെവി വാട്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മൂസിൻ സാറ് എവിടെ പഠിപ്പിച്ചു തരും? ഹൈഡ്രജന്റെ പഠിപ്പിച്ചു തരും. ഓക്കെ, സോ ഗ്രാഫൈറ്റും ഹെവി വാട്ടറും മോഡറേറ്റർ ആണ്. സോ അത് നിങ്ങൾ പ്രത്യേകം നോക്കണം. ദെൻ അടുത്തത് എന്ന് പറയുന്നത് ഓക്കെ കൺട്രോൾ റോഡാണ്. പേര് തന്നെ കൺട്രോൾ റോഡ്. ടു കൺട്രോൾ ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ കൺട്രോൾ റോഡ്സ് ആർ യൂസ്ഡ്. അപ്പോൾ ഇതിങ്ങനെ ചെയിൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഹൈ എമൗണ്ട് ഓഫ് ന്യൂക്ലിയർ എനർജി ആണ്, അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആണ് റിലീസ് ചെയ്യുന്നത്. സോ അപ്പോൾ ന്യൂക്ലിയർ എനർജി വല്ലാതെ കൂടിയാലും എക്സ്പ്ലോഷൻ ഉണ്ടാവും, പൊട്ടിത്തെറിക്കും. സോ അത് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ കൺട്രോൾ റോഡിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് അറിയോ? They absorb some neutrons produced during nuclear chain reaction and thereby control the nuclear energy. ഓക്കെ, അപ്പോ ഇവിടെ ഓരോ ഫിഷനും മൂന്ന് ന്യൂക്ലിയസുകൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ന്യൂട്രോണുകൾ ഉണ്ടാവുന്നുണ്ട്. ഇവരൊക്കെ അടുത്തേക്ക് ഇങ്ങനെ ചെയിൻ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ കുറെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ന്യൂക്ലിയർ എനർജി വല്ലാണ്ട് കൂടും, എക്സ്പ്ലോഷൻ ഉണ്ടാവും. സോ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാവുന്ന കുറെ ന്യൂക്ലിയസുകളൊക്കെ എന്ത് ചെയ്യും? ഈ ചങ്ങായി പിടിക്കും. ആര് പിടിക്കും? ന്യൂക്ലിയസ് അല്ല, ന്യൂട്രോൺസുകൾ പിടിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ന്യൂക്ലിയസിനെ ന്യൂട്രോൺ എന്ന് പറയുന്നുണ്ട്, നിങ്ങളെ ദയവ് ചെയ്തിട്ട് ഒന്ന് ക്ഷമിക്കുക. ഈ ഒരു കാര്യത്തിൽ മാത്രം ന്യൂട്രോൺ ആണ്, ബാക്കിയൊക്കെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, സോ ന്യൂട്രോണുകളെ പിടിക്കും. എന്തിനെ പിടിക്കും? ന്യൂട്രോണുകളെ പിടിക്കും. എല്ലാം നോട്ടൊക്കെ തെറ്റൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് ആണ്. സോ ന്യൂട്രോണുകളെ പിടിക്കും. സോ ന്യൂട്രോണുകളെ പിടിക്കാൻ വേണ്ടിയാണ് കൺട്രോൾ റോഡ് ഉള്ളത്. അതെന്തിനാണ്? വല്ലാതെ ന്യൂട്രോണിന്റെ എണ്ണം അധികമായാൽ എനർജി കൂടി എക്സ്പ്ലോഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി അവസാനത്തെ പാർട്ട് എന്ന് പറയുന്നത് കൂളന്റ് ആണ്. എന്താണ് അവസാനത്തെ പാർട്ട്? കൂളന്റ്. ഓക്കെ, ലെറ്റ് മീ യൂസ് അനദർ കളർ. ഓക്കെ, വേറെ കളർ യൂസ് ചെയ്യാം. സോ കൂളന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, പേരുന്നുണ്ട്. കൂളന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഹീറ്റ് എനർജി ഫ്രം കോർ ഓഫ് ദ റിയാക്ടർ ടു ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഭാഗങ്ങളാണ് കോറ്, അതേപോലെ തന്നെ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, അപ്പൊ ഈ കോറ് അതേപോലെ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇത് രണ്ട് ഭാഗമാണ്. സോ ഹീറ്റ് കോറിന്ന് എന്ത് ചെയ്യും? ഹീറ്റ് എക്സ്ചേഞ്ചർക്ക് പോകും. ഓക്കെ, അപ്പോൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യാനാണ് കൂളന്റ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഭയങ്കര ഹീറ്റ് ആയിരിക്കും, ഹൈ ടെമ്പറേച്ചറിലെ ഹീറ്റ് ആയിരിക്കും. സോ അതിനെ കൂളാക്കും. അതാണ് ഈ പറയുന്നത്. ദ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ദസ് ഒബ്റ്റെയിൻഡ് ഡ്രൈവ്സ് ദ ടർബൈൻ ഓഫ് എ ജനറേറ്റർ ആൻഡ് ദസ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക്കൽ എനർജി. സോ അതിനെ കൂളാക്കുക എന്നല്ല നമ്മൾ പറയുന്നത്. ഈ ഹീറ്റ് നേരെ എന്ത് ചെയ്യും? ഈ ജനറേറ്ററിന് അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ ഡിവൈസിന് കുറെ ടർബൈനുകൾ ഉണ്ടാവും. ടർബൈൻ എന്ന് പറഞ്ഞാൽ ഫാൻ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ ഫാൻ പോലത്തെ ഒരു സംഭവമാണ്. സോ ഇത്രക്കും സ്റ്റീം ഹീറ്റ് എക്സ്ചേഞ്ചറിന് ഇങ്ങോട്ട് വരും, ടർബൈനിക്ക് വരും. സോ ടർബൈൻ എന്ത് ചെയ്യാൻ തുടങ്ങും? കറങ്ങാൻ തുടങ്ങും, വീട്ടിലെ ഫാൻ കറങ്ങുന്ന പോലെ. അങ്ങനെ എന്ത് ചെയ്യും? നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കറണ്ട് ഉണ്ടാവും. ഓക്കെ, സാധാരണ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ന്യൂക്ലിയർ എനർജിയിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുകയാണ്. ഓക്കെ, ന്യൂക്ലിയർ എനർജിയിൽ നിന്ന് എന്തുണ്ടാക്കുകയാണ്? ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുക. ഓക്കെ, സോ കൂളന്റ് അതിനാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? കോറിന്ന് ഹീറ്റ് എക്സ്ചേഞ്ചർക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് എന്താ ചെയ്യുക? ഈ സ്റ്റീം, ഹൈ ടെമ്പറേച്ചർ സ്റ്റീം നേരെ ടർബൈനിക്ക് പോകും. ടർബൈൻ എന്ന് പറഞ്ഞാൽ സാധാ ഒരു കറങ്ങുന്ന സംഭവമാണ്. അപ്പൊ അതിലേക്ക് ഹീറ്റ് എത്തി അത് കറങ്ങും. അങ്ങനെ കറങ്ങി എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവും. ഓക്കെ, ഇതാണ് അതിന്റെ വർക്കിംഗ്. വർക്കിംഗ് ഒക്കെ ചോദിച്ചാൽ ഇതിങ്ങനെ ജസ്റ്റ് എഴുതി വെക്കുക. നിങ്ങൾ ആ ചിത്രം വരച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടും. ആ ചിത്രം വരച്ചെങ്കിലും മാർക്ക് കിട്ടും. ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല, വളരെ വലിയ ചിത്രമാണ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടെ അത് കഴിഞ്ഞു. ഇനി അവസാനത്തെ പാർട്ടാണ്. അവസാനത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ തെർമൽ ന്യൂട്രോൺസ് എന്താന്നുള്ളത് അത് ഞാൻ പറഞ്ഞുതരാം.
ഓക്കെ, പിന്നെ അവസാനത്തെ പാർട്ട്, ഇതോടുകൂടെ ചാപ്റ്റർ കഴിയാൻ പോകുന്നത്. ചാപ്റ്റർ ഈസ് അബൌട്ട് ടു എൻഡ്. ഓക്കെ, സോ ദ ലാസ്റ്റ് പാർട്ട് ഈസ് ലെറ്റ്സ് ഹാവ് എ ലുക്ക് അബൌട്ട് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്റർ. സോ തെർമൽ ന്യൂട്രോൺസ്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഫിഷൻ നടക്കുമ്പോൾ ഈ വലിയ ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ബോംബാർഡ് ചെയ്യുന്ന ന്യൂക്ലിയസിനെ തെർമൽ ന്യൂട്രോൺസ് എന്ന് പറയും. ഓക്കെ, സോ അതിന്റെ ഡെഫിനേഷൻ ആണ് thermal neutrons. The slow moving neutrons of energy approximately 0.025 electron volt are called thermal neutrons. Okay, അപ്പോൾ സ്ലോ മൂവ് ചെയ്യുന്ന സ്ലോ മൂവിങ് ഇലക്ട്രോൺസ് ആണ്. അതിന്റെ എനർജി എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 0.2025 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? തെർമൽ ന്യൂട്രോൺസ് എന്ന് പറയാം. The speed of thermal neutrons are about 2.2 km per second. ഓക്കെ, ഒരു സെക്കൻഡിൽ 2.2 km per second ഒക്കെ ട്രാവൽ ചെയ്യും. ഓക്കെ, അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്, ബട്ട് ഇത് മതി കൊളൈഡ് ചെയ്തിട്ട് എല്ലാതെയും ബോംബാർഡ് ചെയ്യിക്കാൻ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? തെർമൽ ന്യൂട്രോൺസ് എന്ന് പറയാം. അതായത് ഒന്നുമില്ല, ഫിഷൻ നടക്കുമ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ബോംബാർഡ് ചെയ്യുന്ന ന്യൂട്രോൺസിനെ പറയുന്ന പേരാണ് തെർമൽ ന്യൂട്രോൺസ്. ഓക്കെ, എന്താ ചോദിച്ചാൽ ഇത് ഇത്രയ്ക്ക് ഇത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ദെൻ അവസാനത്തെ സാധനം ന്യൂട്രോൺ റീപ്രൊഡക്ഷൻ ഫാക്ടർ, കെ എന്ന ഡിനോട്ട് ചെയ്യുക. എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റേറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ ഓഫ് ന്യൂട്രോൺസ് ടു ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയർ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ ന്യൂട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഉണ്ടായ ന്യൂട്രോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് തമ്മിലുള്ള റേഷ്യോക്ക് പറയുന്ന പേരാണ് ന്യൂട്രോൺ റീപ്രൊഡക്ഷൻ ഫാക്ടർ കെ എന്നുള്ളത്. സോ കെ കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ എന്താ ഇക്വേഷൻ? സോ വേണമെങ്കിൽ കെ ഈസ് ഈക്വൽ ടു എന്താ പറയാ? കെ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാം. കെ ഈസ് ഈക്വൽ ടു എന്താണ്? റേറ്റ് ഓഫ് എന്താ പറയാ? ഓഫ് റീപ്രൊഡക്ഷൻ. ഓക്കെ, സോ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ റീപ്രൊഡക്ഷൻ അല്ല, റേറ്റ് ഓഫ് എന്താ പറയാ? പ്രൊഡക്ഷൻ ഓഫ് ന്യൂട്രോൺസ്, റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂട്രോൺസ് ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും? ഹോൾ ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് എന്താ പറയാ? ഓഫ് റേറ്റ് ഓഫ് ലോസ് ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ന്യൂട്രോൺസ് ലോസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു റേഷ്യോക്ക് പറയുന്ന പേരാണ് എന്താ പറയാ? ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സമയം കൊണ്ട് എത്ര ലോസ് ചെയ്യുന്നു അതാ പറയുന്നത് റേറ്റ് എന്ന്. സോ അതിന്റെ റേഷ്യോക്ക് പറയുന്ന പേരാണ് ന്യൂട്രോൺ റീപ്രൊഡക്ഷൻ ഫാക്ടർ കെ. ഇനി ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഇത് എപ്പോഴൊക്കെ നടക്കുന്നുള്ളതാണ് നോക്കേണ്ടത്. ഇഫ് കെ ഈസ് ഈക്വൽ ടു 1, ഇത് ചെയ്യുമ്പോൾ കെന്റെ വാല്യൂ നിങ്ങൾക്ക് 1 എന്ന് കിട്ടിയാൽ then the nuclear chain reaction will be steady and sustained. Okay, K is equal to 1 ആവുമ്പോൾ നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അത് നല്ല സ്റ്റഡി എന്താ പറയാ? കംഫോർട്ട് ഇക്വിലിബ്രിയം മോഡിലായിരിക്കും. നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം ഹെൽത്തി മോഡിൽ നമുക്ക് എനർജി കിട്ടും. ഓക്കെ, ഇനി അടുത്തത് കെ ഗ്രേറ്റർ ദാൻ 1 ആയാൽ, ഇഫ് കെ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഈ ന്യൂമറേറ്റർ കൂടുക, അതായത് ഉണ്ടായ ന്യൂട്രോൺസിന്റെ എണ്ണം വല്ലാണ്ട് കൂടിയാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതായാൽ എന്താ സംഭവിക്കുക? ഈ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ വിൽ എൻഡ് ഇൻ ആൻ എക്സ്പ്ലോഷൻ. ഒന്നുമില്ല, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ആ ന്യൂക്ലിയർ എന്താ പറയാ റിയാക്ടർ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ചെർണോബിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ട്, ആകെ 5 എപ്പിസോഡുള്ള സീരീസ് ആണ്. അത് കണ്ടാൽ മനസ്സിലാവും ഒരു ന്യൂക്ലിയർ റിയാക്ടർ പൊട്ടിയാൽ അത് എത്രത്തോളം മനുഷ്യന്മാരെ ബാധിക്കുന്നു. സോ കെന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയാൽ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ എന്ത് ചെയ്യും? എക്സ്പ്ലോഷനിൽ എത്തും. ഓക്കെ, അപ്പൊ കെന്റെ വാല്യൂ 1 ആവാതിരിക്കാനാണ് എല്ലാവരും നോക്കുക. അവസാനം if k less than 1, kന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിലോ the chain reaction will gradually become stopped. അതിനർത്ഥം k ലെസ് ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ ഈ റേറ്റ് ഓഫ് ലോസ് ഓഫ് ന്യൂട്രോൺസ് ആണ് അവിടെ കൂടുതലാവുക. സോ ഉണ്ടാവുന്നേക്കാൾ കൂടുതൽ ന്യൂട്രോൺസ് ലോസ് ആയി എന്ത് സംഭവിക്കാം? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ത് ചെയ്യും? മെല്ലെ കുറഞ്ഞ് അതിന്റെ റേറ്റ് കുറഞ്ഞ് അവസാനം അതുകൊണ്ട് സ്റ്റോപ്പ് ആവും. ഓക്കെ, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് k ലെസ് ദാൻ 1 ആയാലും ഈക്വൽ ടു 1 ആണ് ഏറ്റവും നല്ലത്. ഓക്കെ, കാരണം നല്ല അടിപൊളിയായിട്ട് കിട്ടും. പക്ഷെ എന്തെങ്കിലും ചാൻസ് കെ ഗ്രേറ്റർ ദാൻ 1 ആയാൽ എന്താ സംഭവിക്കുക? അത് എക്സ്പ്ലോഷനിൽ ചെന്ന് അവസാനിക്കുള്ളൂ. ഓക്കെ, സോ ഇതോടുകൂടി നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. സോ വളരെ സിമ്പിൾ ആയ ചാപ്റ്റർ ആണ്. നിങ്ങൾ വല്ലാതെ നോക്കിയാൽ ഫുൾ മാർക്കിനെ കിട്ടും. ഇതിന് എൻട്രൻസിനൊക്കെ 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാം. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഏകദേശം 3 to 4 മാർക്സിന് ചോദിക്കും ഇത്. ഓക്കെ, സോ നിങ്ങൾ പ്രത്യേകം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സോ വളരെ തിയറി ബേസ് ആണ്, വല്ലാതെ ഡെറിവേഷൻസ് ഒന്നുമില്ല. ആകെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ലൈഫ് അല്ല, നമ്മൾ DK ചെയ്യാടുക്കുന്ന ടൈമിന് ഡെറിവേഷൻ ഉണ്ട് 2.303 ബൈ ലാംഡ എന്നൊക്കെ പറഞ്ഞിട്ട്. ബാക്കിയെല്ലാം വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. സോ താങ്ക് യു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ, ഈ ക്ലാസ് തന്നെ അടുത്ത സെക്ഷൻ നമുക്ക് പുതിയൊരു ചാപ്റ്റർ വെച്ചിട്ട് കാണാം. സോ താങ്ക് യു.